രാവിലെ തന്നെ കുളിക്കാനുള്ള സമയം പോലും കിട്ടില്ല. അതുകൊണ്ട് ബ്രഷ് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങി ഫ്രഷായിട്ട്. എങ്ങോട്ടാന്നല്ലേ? ഹോട്ടൽ ആബിദ. അത് ഇത്രയും രാവിലെ എത്താൻ കാരണം വേറൊന്നുമല്ല, ഇവിടെ നല്ല അടിപൊളി മട്ടൻ ചാപ്സും ബീഫ് ചാപ്സൊക്കെ കിട്ടും. അത് രാവിലെ ചെന്നാലേ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഇത് വരുന്നത് വാഴക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്, എറണാകുളത്ത്. അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന വിറകൊക്കെ കണ്ടില്ലേ? അപ്പോൾ അവർ പുതിയതായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണും. മെയിൻ റോട്ടിലുള്ളൊരു ലൊക്കേഷൻ ഉണ്ട്. അതല്ലാതെ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വേറൊരു ലൊക്കേഷനിൽ ഇവിടെ ഡൈനിങ് സ്പേസ് തുടങ്ങിയിട്ടുണ്ട്. കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിയൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ മെയിനായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വന്നത് ഇവിടുത്തെ മട്ടൻ ചാപ്സും ബീഫ് ചാപ്സും ആണ്. ആൻഡ് ഇവിടുത്തെ പൊറോട്ട എന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റാണ്. ഇവിടെ വേറെയും കുറേ ഡിഷസൊക്കെ കിട്ടും കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട്. നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. ഇവിടുത്തെ മട്ടൻ ചാപ്സാണ് ഈ ഒരു ഓറഞ്ചിഷ് കളറിൽ വരുന്നത്. അതിന് തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് ബീഫ് ചാപ്സ് ആയിരുന്നു. നല്ല ചൂട് ഫുഡായിരിക്കും, നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി. ഇത് ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ, ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് കറിയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ബീഫ് ചാപ്സ്. ഇത് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പീസിലും അതേപോലെ ഡബിൾ പീസസിലും അവൈലബിൾ ആണ്. അത് അവരോട് ചോദിച്ചാൽ അതനുസരിച്ച് മാറ്റിത്തരും. കൂട്ടി കഴിക്കാൻ ഇതേപോലെ പത്തിരി, പുട്ട്, പഴംപൊരി പോലത്തെ സ്നാക്സുകളും എന്നാൽ മെയിൻ ഫുഡ് ഐറ്റംസും അവിടെയുണ്ട്. ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നല്ല ചൂടായതുകൊണ്ട് കഴിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ്. നല്ല ആവി പറക്കുന്ന ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നല്ല ഫ്രഷ് ടേസ്റ്റുമാണ്. ഇതിനേക്കാളും നല്ലൊരു ബീഫ് ചാപ്സ് ഞാൻ എറണാകുളത്ത് നിന്ന് ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെങ്കിൽ ഡു സജസ്റ്റ് കേട്ടോ. നല്ല ചൂട് പുട്ടും ഇതേ ബീഫ് കറിയാണ് എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ്. നല്ല ചായ ആയിരുന്നു എന്ന് പറയുന്നു. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. പക്ഷെ അവിടെ കട്ടനായാലും ചായ, കാപ്പി എല്ലാം കിട്ടും. അതും അവർ ഫ്രഷ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി തരും. ആൻഡ് ഇതാണ് നമ്മുടെ ഹീറോ പൊറോട്ട. അടിച്ച പൊറോട്ട, നല്ല രീതിക്ക് അടിച്ച പൊറോട്ടയാണ്. ഫ്ലേക്കി ആയിട്ട് നമുക്ക് ആ ലേസൊക്കെ നല്ലോണം കാണാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്ത വേറൊരു സംഭവമാണ് ചിക്കൻ 65. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ഔട്ടർ ലെയറും അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് നല്ലോണം വെന്ത ചിക്കനുമായിരുന്നു. ഇതാദ്യമായിട്ട് ബീഫും പഴംപൊരിയും ട്രൈ ചെയ്തതിന് ചിരിയാണ്. ഇഷ്ടപ്പെട്ടു. എനിക്ക് പഴം കുറച്ചുകൂടെ പഴുത്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നി, ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കുറച്ച് പാഴ്സലും വാങ്ങിയിട്ടാണ് പോയത്. പൊറോട്ട അൺഹെൽത്തി ആണെന്നൊക്കെ പറയലൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം വൺസ് ഇൻ എ വൈൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.